ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഏത്തക്ക പച്ചടിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ 2 ഏത്തക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. ഈ ഏത്തക്കയും ഈ പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 5 ചുമന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം ഒരു 2 ചെറിയ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1/2 കപ്പ് തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ടത് 1 കപ്പ് തൈര്. ഇത് ഉടച്ച് വെച്ചിരിക്കുകയാണ് 1 കപ്പ് തൈര്. ഈ തൈര് അധികം പുളിയുള്ളതാവരുത്, വല്ലാതെ പുളിച്ചാൽ ഇത് നന്നായിരിക്കില്ല. പിന്നെ വേണ്ടത് ഉലുവാപ്പൊടിയാണ്. അതൊരു 2 നുള്ളു മതി, അധികം ആവരുത്, 2 നുള്ളു മാത്രം മതി. ഇത് വറുത്ത് പൊടിച്ച ഉലുവയാണ്. ഇത് ലാസ്റ്റിലായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്, അപ്പോൾ അത് മാറ്റി വെക്കാം നമുക്ക്. ഇതിലേക്കൊരു കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തു, 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നമുക്കിനി നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളെല്ലാം അരച്ചെടുക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അടപ്പ് ഇങ്ങനെ മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തിളച്ച് തൂവി ഇതിൻ്റെ ചാറെല്ലാം കൂടെ പുറത്ത് പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട് നല്ലോണം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഈ അരപ്പിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചൂടാകുകയോ ചെയ്യാവൂ. ഇത് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ആ കടുക് അരച്ചിട്ടുണ്ടല്ലോ, അത് പിന്നെ കഴിക്കും. അതുകൊണ്ടിത് ഒട്ടും തിളയ്ക്കാൻ പാടില്ല. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, നന്നായിട്ട് ചൂടാവട്ടെ. ഇതാ കണ്ടോ, 1-2 തിള വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിനി നന്നായിട്ട് ആറണം. ആറിക്കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് തൈര് ഒഴിക്കാൻ. നല്ലോണം ആറിക്കഴിഞ്ഞ് തൈര് ഒഴിച്ച് ഇളക്കിയിട്ട് പിന്നെ നമുക്ക് താളിച്ചൊഴിക്കാം. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് വേണമെങ്കിൽ മിക്സിയിലൊന്നും ഉടച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയിലൊന്നും ഉടച്ചിട്ടില്ല, സ്പൂൺ കൊണ്ട് മാത്രമേ ഉടച്ചിട്ടുള്ളൂ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പോരായെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി ഉപ്പ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 നുള്ളു ഉലുവാപ്പൊടി, ഇത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് ഈ നമ്മുടെ നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
ഇത് നമുക്ക് ഈ പച്ചടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രുചികരമായ ഏത്തയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അധികം എരിവില്ല, ചെറിയൊരു മധുരമുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ചോറിലൊക്കെ കുഴച്ച് കൊടുക്കാൻ ഒരുപാട് നല്ലതാണ്, അവർക്ക് ഇഷ്ടപ്പെടും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഒരു ഡിഷുമായി വരുന്നത് വരെ ബൈ. താങ്ക് യു.